സ്ലീഹാക്കാലം 2-ാം തിങ്കൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തയക്കുന്നു. താൻ പോകാനിരിക്കുന്ന ഇടങ്ങളിലേക്ക് തനിക്ക് മുമ്പേ അയക്കുന്നതിന് വേണ്ടിയാണ് അവൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. മലമുകളിൽ തന്നോടൊപ്പമുള്ള ഒരു സഹവാസത്തിനു ശേഷം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഏറെ ശിഷ്യന്മാർക്കിടയിൽ നിന്ന് അവൻ അപ്പസ്തോലന്മാർ എന്ന പദവി നൽകി 12 പേരെ തിരഞ്ഞെടുക്കുന്നത്. അവരാണ് സഭയിലെ ആദ്യത്തെ മെത്രാന്മാർ. ദൈവരാജ്യം പ്രഘോഷിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും അവൻ അവർക്ക് അധികാരം നൽകി. നൂറ്റാണ്ടുകൾ പിശാചുക്കളുടെ അധിവാസം മാത്രമുണ്ടായിരുന്ന ലോകരാജ്യത്തിൽ പെട്ടെന്നൊരു ദിനം ദൈവരാജ്യ പ്രഘോഷണവുമായി കടന്നു ചെല്ലുവാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ആദ്യം പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം യേശു അവർക്ക് നൽകുന്നത്. ഏതൊരു ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് മുമ്പും പൈശാചിക ബന്ധന ശുശ്രൂഷ ഇന്നും പ്രസക്തിയുള്ളതാണ്. അവനെ അനുഗമിക്കുന്ന ഓരോരുത്തർക്കും ഈ അധികാരം ലഭിച്ചിട്ടുള്ളതാണ്. വേണ്ടത്ര ഒരുക്കത്തോടും ശ്രദ്ധയോടും ദൈവാത്മശക്തിയോടും യേശുനാമത്തിലും ദൈവരാജ്യ പ്രവർത്തനത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ ദുഷ്ടശക്തികളും നിഷ്പ്രഭമായിത്തീരും. അല്ലാത്തപക്ഷം അഹങ്കാരവും തട്ടിപ്പും വെട്ടിപ്പും ആക്രാന്തവും വെറുപ്പും വിദ്വേഷവും മാത്സര്യവും ഇത്യാദി എല്ലാ പൈശാചിക ഇടപെടലുകൾക്കും നമ്മൾ വഴിപ്പെട്ടു പോകും. യേശു സ്വന്തം രക്തം ചിന്തി പിശാചിൽ നിന്നും വീണ്ടെടുത്തതാണ് ദൈവരാജ്യം. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളവരാക്കുവാനും തനിക്കു വേണ്ടി നമ്മെ ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ദൈവരാജ്യ പ്രവർത്തനത്തിൽ നമ്മുടെ പ്രാഗത്ഭ്യമല്ല വിജയത്തിലേക്ക് നയിക്കുന്നത്, എല്ലാം ദൈവകൃപയാലാണ്. ഈ അടിസ്ഥാന ചിന്തയാണ് ദൈവരാജ്യ പ്രഘോഷകരിൽ വന്നു നിറയേണ്ടത്. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ.